ഹലോ നമസ്കാരം, ആർടി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം UPSC ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. UPSC ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, മറ്റു ചിലരുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ UPSC ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ പലർക്കും ഭയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വളരെ വലിയ പേടിയാണ് അവർക്ക്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തിന് പേടിക്കണം? ആയിരക്കണക്കിന് കുട്ടികളെ പിന്തള്ളിയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിലേക്ക്, ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ അധ്വാനത്തിന് ശേഷം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പഠിച്ച് അധ്വാനിച്ചാണ് നിങ്ങൾ ഈ ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തിന് പേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും പലർക്കും അതിനെക്കുറിച്ചൊരു ഭയങ്കര പേടിയോടുകൂടി സംസാരിക്കാറുണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ആദ്യത്തെ ഉത്തരം കോൺഫിഡൻസ് എന്നാണ്. എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാം? കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇൻ്റർവ്യൂവിന് അന്ന് പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കണം. പെൺകുട്ടികളാകുമ്പോൾ സാരി ധരിക്കണമെന്ന് പലരും പറയും. ഒരു നിർബന്ധവുമില്ല. സാരി ഉടുത്തത് കൊണ്ട് മാത്രം കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പല അവസരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണമെന്ന് മാത്രം. നമ്മളുടെ ഉള്ളിലെ ടീച്ചറെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രസ്സല്ല നോക്കുന്നത്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ ഡ്രസ്സ് കൊണ്ട് കാരണം നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ബയോഡാറ്റ ക്ലീനായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. അവിടെ എത്തിയിട്ട് ഫില്ല് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ബയോഡാറ്റ ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. അതിലെ ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. ഫില്ല് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഹോബിയും പാഷനും എഴുതുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഹോബി എന്താണെന്ന് ജെന്യുവനായിട്ട് പറയാൻ ശ്രദ്ധിക്കുക. കാരണം ഹോബിയെക്കുറിച്ചോ നിങ്ങളുടെ പാഷനെക്കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കാം. ഹോബിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണെന്ന് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ സമ്മതിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് അത് എഴുതുമ്പോൾ മാത്രം ജെന്യുവനായിട്ട് എഴുതാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുന്നത് വരെ നിങ്ങൾക്ക് പേടിയുണ്ടാവും. നിങ്ങൾ കഴിഞ്ഞ് വന്നാൽ പലരും പറയുന്ന കാര്യം ഇത് തന്നെയായിരിക്കും. ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുന്നത് വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിയുമ്പോൾ, അതിലേക്ക് എത്തുമ്പോൾ പിന്നെ എനിക്ക് പേടിയില്ല. കാരണം അങ്ങനെ നിങ്ങളോട് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ സംസാരിക്കും. അവർക്കറിയാം നിങ്ങളോട് എന്ത് ചോദിക്കണം, എങ്ങനെ പെരുമാറണമെന്ന്. നിങ്ങൾ ആദ്യം കയറി ചെല്ലുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങളെക്കുറിച്ച്, അതുപോലെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനെക്കുറിച്ച്, നിങ്ങളുടെ പാഷനെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. പറയുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം പല കുട്ടികളും സ്കൂളിൻ്റെ ഫുൾ ഫോം, എയ്ഡഡ് സ്കൂളാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ തെറ്റിപ്പോവും. അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചോദ്യങ്ങളിലേക്ക് വരും. ചോദ്യങ്ങൾക്ക് വരുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ അറിയുമെന്ന് പറയുക. അറിയാത്ത കാര്യങ്ങളിലേക്ക് ചുറ്റിത്തിരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അറിയുന്ന ഒരു ചോദ്യത്തിനായിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു ചോദ്യത്തെ നിങ്ങൾക്ക് ഫേസ് ചെയ്ത് ആൻസർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നീട് കാര്യം, നിങ്ങളോട് ഇതൊരു വൈവ ബോസി പോലെ ലാബുകളിൽ, നമ്മൾ പ്ലസ് ടുവിലെയോ ഡിഗ്രിയിലെയോ ലാബുകളിൽ ചോദിച്ച വൈവ ബോസി അല്ല ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലെ ടീച്ചറെ, ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഒരു ടീച്ചറായി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും, എങ്ങനെയായിരിക്കും കുട്ടികളോട് പെരുമാറുക, അവരോട് എങ്ങനെയായിരിക്കും പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവർക്ക് ടെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു സയൻസ് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. അവരോട് ചിലപ്പോൾ പലരും ചോദിച്ച ചോദ്യമാണ്, ലായനിയെക്കുറിച്ചും ലായകത്തെക്കുറിച്ചും ലീനത്തെക്കുറിച്ചും നിങ്ങൾ എങ്ങനെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കും? നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ ചായ കുടിക്കാറില്ലേ? ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഈ ചായയിൽ പഞ്ചസാര എങ്ങനെ ലായകമായിട്ടും ലീനമായിട്ടും ലായനിയായിട്ടും മാറി? ഈ ചായയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ പറയാം. മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ സബ്ജക്റ്റ് എങ്കിൽ ചിലപ്പോൾ ചോദിക്കും, ഭിന്നസംഖ്യയെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും? നിങ്ങൾക്ക് വളരെ പറയാം, നിങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാറില്ലേ? ഒരു കേക്ക് എന്ന് പറഞ്ഞ് മുഴുവനുണ്ടെങ്കിൽ 100%. അതിനെ 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 4-1, അത് 25%. ഇങ്ങനെ ഞാൻ കുട്ടികളോട് പറയും. ഇങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ പ്രാക്ടിക്കലി കുട്ടികളിലേക്ക് എങ്ങനെ ഐഡിയ എത്തും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണം ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ. അത് അവരെ ഇമ്പ്രസ് ചെയ്യിക്കും. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഐഡിയയെക്കുറിച്ച്, നിങ്ങളുടെ എങ്ങനെ ടീച്ചിങ് എബിലിറ്റി ഉണ്ട് എന്നതായിരിക്കും മിക്കവാറും ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങൾ പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും.
പിന്നെ സാമൂഹിക ബോധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവും. അതായത് സാമൂഹിക ബോധം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ചുറ്റുമുള്ള ആനുകാലിക കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ 1-2 ചോദ്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ മറുപടി പറയുക. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. എഡ്യൂക്കേഷൻ മന്ത്രിയുടെ പേരെന്താണെന്ന് അറിയണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയുടെ പേരെന്താണെന്ന് അറിയണം. ഇഒ ഡിഇഒ തുടങ്ങിയ എഡ്യൂക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള അത്യാവശ്യം പേപ്പർ വായന നിങ്ങൾ നടത്തിയെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതിനെക്കുറിച്ചുള്ള പ്രധാന വാർത്തകളെക്കുറിച്ചുള്ള ധാരണ ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം. പിന്നെ അതുപോലെ ശാസ്ത്രമേള തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടും, എങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്താൽ നന്നായിരിക്കും. പിന്നീട് അടുത്ത കാര്യമാണ് ഡെമോ ക്ലാസ്സുകൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്. ക്ലാസ് എടുക്കാൻ ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കാതെയോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ ചിലപ്പോൾ പറയും. മിക്കവാറും പേരോട് ക്ലാസ് എടുക്കാൻ പറയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഥവാ പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ബാധ്യസ്ഥരാണ്. ക്ലാസ് എടുക്കാൻ പറയുന്ന പാനലുകളുമുണ്ട്. പല പാനലുകളും പല രീതിയിലായിരിക്കും ഇടപെടുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക. ഡെമോ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് പോകണം. ഒന്ന് നിങ്ങളുടെ സബ്ജക്റ്റിലും അല്ലാത്തൊരു സബ്ജക്റ്റ് UPയിൽ എല്ലാ വിഷയവും പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. പുതിയ പുസ്തകങ്ങളെക്കുറിച്ച്, പുതിയ പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്ന് ചോദിക്കാം. അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. പഴയ പുസ്തകത്തിലും പുതിയ പുസ്തകത്തിലുള്ള ചാപ്റ്ററുകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഏതാണ്ട് നിങ്ങളിലുള്ള ടീച്ചറെ കണ്ടെത്താനുള്ളൊരു ഇൻ്റർവ്യൂ ആണിത്. അതുകൊണ്ട് തന്നെ ഭയത്തിൽ പോകേണ്ട ഒരു കാര്യമില്ല. പേടിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെൽ ഡ്രസ്ഡായി നല്ല നീറ്റായിട്ട് പ്ലസൻ്റായിട്ട് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. 1-2 ഇൻ്റർവ്യൂവിൽ വീട്ടിൽ തന്നെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിന് പോകുന്നത് നന്നായിരിക്കും. ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2ാമത്തെ ഇൻ്റർവ്യൂവിലായിരിക്കും നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. 1ാമത്തെ ഇൻ്റർവ്യൂവിൽ നമുക്ക് വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ 2ാമത് മുതൽ ഇൻ്റർവ്യൂവിനൊരു പ്രശ്നമേ അല്ലാതായി മാറും. വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തത് പ്ലസൻ്റായി ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല പ്രസൻറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.